വിശുദ്ധ റമദാനിൽ നിന്ന് വലിയൊരു ഊർജം സംഭരിച്ചുകൊണ്ടാണ് വിശ്വാസി തുടർന്നുള്ള യാത്രക്ക് പുറപ്പെട്ടിട്ടുള്ളത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കരുത്ത്, അവൻ്റെ അമലുകൾ, അവനെക്കുറിച്ച് തന്നെയുള്ള പ്രതീക്ഷകൾ ഇവ മാത്രമാണ്. ഇന്ന് ഞാൻ നേരെ വരുന്നത് ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ടാണ്. വണ്ടൂരുള്ള വാണിയമ്പലത്തുള്ള നമ്മുടെയൊക്കെ ഒരു സുഹൃത്ത് ഇന്നലെ കോയമ്പത്തൂർ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോയതാണ്. രാവിലെ സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു. എഴുന്നേൽപ്പിച്ച് നോക്കുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല. 38-39 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തെ കബറടക്കിയിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കുന്നത് ആ കുടുംബം ഇനി എങ്ങനെ ജീവിക്കും, അദ്ദേഹത്തിൻ്റെ മക്കൾ, ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ഒക്കെ വിഷമമൊക്കെ എന്തായിരിക്കുമെന്നാണ്. അവരെയൊക്കെ ആശ്വസിപ്പിച്ചു പോകുന്നു. പക്ഷെ ചിലപ്പോഴെങ്കിലും ആലോചിക്കും, മരണപ്പെട്ട ആളെ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റിയില്ലല്ലോ. നമ്മൾ മരണ വീട്ടിൽ പോകുമ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. മരണപ്പെട്ട ആളെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്ത് നമുക്ക് ആശ്വസിക്കാൻ പറ്റും. പക്ഷെ മരണപ്പെട്ട ആളോടൊരു വാക്ക്, അതല്ലെങ്കിൽ അയാൾക്ക് നമ്മളോടൊരു വാക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് കിട്ടിയ ഈ ദിവസം ബോണസാണ്. നമുക്ക് അധികമായി കിട്ടിയ ഒരു ദിവസമാണ്. ചിലപ്പോഴെങ്കിലും ചെറുപ്രായത്തിലുള്ള ഇത്തരം ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ ആലോചിക്കാവുന്നൊരു കാര്യം, അവരെയൊക്കെ അള്ളാഹു നല്ല പരീക്ഷകൾ കഴിഞ്ഞ് തിരിച്ചു വിളിച്ചതായിരിക്കും. നമ്മളോട് പറയുന്നത് കുറച്ചൊക്കെ കൂടി എഴുതാനൊക്കെ ഉള്ള അവസരം നമുക്ക് തരാം എന്നാണ്. അവസരം തരുന്നതാണ്. അതല്ലാതെ നമ്മുടെ അർഹത കൊണ്ട്, ആരോഗ്യം കൊണ്ട്, നമ്മൾ കഴിച്ച ഭക്ഷണം കൊണ്ട്, നമ്മുടെ നല്ല ജീവിതാവസ്ഥ കൊണ്ട് ജീവിച്ചു പോകുന്നതാണ് എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. അള്ളാഹു ആ സുഹൃത്തിന് മൗഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാം കൂടുതൽ ഈമാനോടുകൂടി ജീവിക്കാനുള്ള ഒരു ശേഷി റമദാനിൽ നിന്ന് ആർജിച്ചടക്കമുള്ള നമ്മുടെ സൽക്കർമ്മങ്ങൾ, അത് മുഖേന അള്ളാഹു നമുക്ക് അള്ളാഹുവിൽ ശുഭ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ അവനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വല്ലാത്തൊരു കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലത്ത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ചും, ഒന്ന് നമ്മളുടെ ഭക്തിയും അതേസമയം നമ്മളുടെ ശക്തിയും. അതേസമയം ഭക്തിയില്ലായ്മയെക്കുറിച്ചും ശക്തിയില്ലായ്മയെക്കുറിച്ചും നേരെ തിരിച്ചും പരാതി പറയേണ്ടുന്നൊരു കാലമാണ്. നമ്മൾ ഫാസിസക്കാലത്ത്, അതല്ലെങ്കിൽ ആഗോളതലത്തിൽ മൊത്തത്തിൽ ലോകത്ത് വലതുപക്ഷ തീവ്രവാദം ഭരണകൂട രൂപങ്ങൾ വരെ ആർജിച്ചൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പുകഴ്പെറ്റ ജനാധിപത്യത്തിൻ്റെ, അതിൻ്റെ ഒരു സാങ്ക്ടം സാങ്ക്ടോറം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്, അതിവിശുദ്ധമായ അതിൻ്റെ ഒരു പാർലമെന്റ് എന്ന് അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു പദ കേളികൾ നടത്തി പറയാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു സമുദായത്തെക്കുറിച്ച്, അവരെക്കുറിച്ചുള്ളൊരു വിശ്വാസപരമായ ഫ്രീഡം ഓഫ് റിലീജിയൻ മാത്രം, വിശ്വാസപരമായ അവരുടെ സ്വാതന്ത്ര്യം വെച്ച് മാത്രം അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടുന്ന ഒരു കാര്യം, അത് ഇന്ത്യയിലെ ഭരണകൂടമാണ് അട്ടിമറിക്കുന്നത്. ഏതോ ഒരു വ്യക്തിയല്ല, പാർലമെന്റാണ് അട്ടിമറിക്കുന്നത്. പ്രതിപക്ഷ നിരയിൽ നിന്ന് നല്ല രീതിയിലുള്ള ചർച്ചകളും മറ്റുമൊക്കെ അതിലുണ്ടായി എന്നുള്ളത് വാസ്തവമായിരിക്കുമ്പോൾ തന്നെ പാർലമെന്റിലാണ് അത് നിയമമായി വന്നിട്ടുള്ളത്. അക്കൂട്ടത്തിൽ നമ്മളിപ്പോൾ വളരെ വേദനാജനകമായി കാണുന്ന ഒരു കാര്യം, ഭരണകൂടത്തിന്റെ ഇത്തരം പണികൾക്ക് അത് തങ്ങൾക്കുള്ള എന്തോ സമ്മാനമാണെന്ന് കരുതുന്ന മറ്റൊരു ന്യൂനപക്ഷം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, അതല്ലെങ്കിൽ മറ്റ് ദർശനങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ സംഘപരിവാറിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരാണ്. പക്ഷേ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട ഇത്തരം നിയമങ്ങൾ കൃത്യമായി പറഞ്ഞാൽ 44 ഭേദഗതികളാണ്. 44 ഭേദഗതികൾ എന്ന് പറയുമ്പോൾ ചില്ലറ ഭേദഗതിയൊന്നുമല്ല. വഖഫ് നിയമം വരുന്നത് 1913 വഖഫ് നിയമം വരുന്നു. പിന്നീട് 23 മുസൽമാൻ വഖഫ് ആക്ട് വരുന്നു. പിന്നെ 1954
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ വരുന്ന ചില ശുപാർശകൾ അതടക്കം വഖഫ് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ. പിന്നെ ഇത് 964 വരുന്നു. 995 നിലവിലെ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളും അവരുടെ വഖഫ് പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അവരുടെ നിർണയാവകാശങ്ങൾ, അവരുടെ തന്നെ സ്വത്ത്, ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിങ്ങൾ തന്നെയാണത് കൈയാളേണ്ടതും പരിപാലിച്ചു പോരേണ്ടതും എന്നുള്ള ഇതുവരേക്കുമുള്ള കാര്യങ്ങൾ 44 ഭേദഗതികളിലൂടെ ഈ രാജ്യത്തൊരു നിയമമായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിക്കും, ഇതൊക്കെ ഇപ്പൊ എന്ത്, ഇതിപ്പോ നമ്മുടെ ഇപ്പൊ പ്രശ്നമാണ്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കടക്കം അതൊന്നും ഒരു പ്രശ്നം പോലും ആയിരിക്കില്ല. മുസ്ലിം സംഘടനകൾ പോലും ജന്തർ മന്ദറിൽ നടത്തി എന്തൊക്കെയോ ചില പ്രതിഷേധങ്ങൾ കഴിഞ്ഞാൽ ഇനി വല്ല സംഘടനകളൊക്കെ വല്ല പ്രതിഷേധങ്ങളൊക്കെ നടത്തി അങ്ങനെ ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തായിരുന്നു ബാബരി മസ്ജിദിന്റെ പ്രശ്നം? ബാബരി മസ്ജിദിന്റെ പ്രശ്നം എന്തായിരുന്നു? 948 മുതൽ അന്നൊരു മലയാളിയായ KK നായരുടെ മജിസ്ട്രേറ്റിന്റെ കൈയാണ് അതിൽ ആദ്യം പ്രവർത്തിക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ട് തുടങ്ങി 980കളിലൂടെ അതല്ലെങ്കിൽ 90കളിലൂടെ പിന്നീട് ബാബരി മസ്ജിദിന്റെ തകർച്ചയടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്താണ് പറഞ്ഞത്? ആദ്യം ബാബരി മസ്ജിദ് BMAC, ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന പൊതുവേദി ഉണ്ടാക്കിയിട്ട് ആ ആക്ഷൻ കൗൺസിലായിട്ട് മുന്നോട്ട് പോയിട്ടില്ല ഇന്ത്യയിലെ മുസ്ലിം സമൂഹം, ബറേലവി സമൂഹം, ദയൂബന്ദ് സമൂഹം, അതുപോലെ തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത അഹ്ലെ ഹദീസ്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, ഇന്ത്യയിലെ ജമിയത്തുൽ ഉലമാ ഹിന്ദ്, അത് മഹ്മൂദ് മദനി വിഭാഗമായിട്ട് അർഷദ് മദനി വിഭാഗമായിട്ട് എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിന്നാണ് ഇതിനെ എന്താണ് സുപ്രീം കോടതിയുടെ വിധി അത് അംഗീകരിക്കാമെന്നാണ്. സുപ്രീം കോടതി വിധിച്ചത് നമ്മൾ കേട്ടു. ഈ കഴിഞ്ഞ കാലത്താണ് നമ്മളത് കേട്ടത്. എന്തായിരുന്നു ആ വിധി എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. ലോകത്ത് നിയമം അറിയുന്ന ഏതൊരാൾക്കും അംഗീകരിക്കാൻ പറ്റാവുന്ന ഭാഷയിലല്ല അത് വിധിച്ചത് എന്ന് വിധിച്ചവർക്ക് തന്നെ അറിയാം. കാരണം വിധിച്ചവർക്കൊക്കെ കിട്ടിയത് രാജ്യസഭാ സീറ്റാണ് അല്ലെ. ആ വിധിച്ചിറങ്ങിപ്പോയ ആളുകൾക്ക് അത്താഴ വിരുന്നും പഞ്ചനക്ഷത്ര ഹോട്ടലിലെ താമസവും അതിനുശേഷം രാജ്യസഭാ സീറ്റുമാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് തോന്നുന്നു ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നതെന്നോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രം, തിളയ്ക്കുന്ന വെള്ളത്തിൽ കിടക്കുന്ന തവള എന്നാണ്. ആദ്യം നല്ല ചൂടുള്ള വെള്ളം ചൂടാക്കുമ്പോൾ, നല്ല തണുപ്പുള്ള വെള്ളത്തിൽ തവള കിടക്കുമ്പോൾ അടിയിൽ നിന്ന് ചെറുതായി ചൂടാക്കി കൊടുക്കുമ്പോൾ തവളക്ക് തോന്നും ഇന്ന് ഇളം ചൂട് വെള്ളത്തിലാണ് കുളി, അതുകൊണ്ട് നല്ല രസമുണ്ട് തോന്നും. പിന്നെ ചൂടിനനുസരിച്ച് ആദ്യം തന്നെ ചാടിയെങ്കിൽ തവള രക്ഷപ്പെടും. പക്ഷെ തവള അവിടെ കിടക്കും, കാരണം നല്ല ഇളം ചൂടാണ്. പിന്നീട് വീണ്ടും ഇതിങ്ങനെ അടിയിൽ ഇങ്ങനെ കത്തിക്കുമ്പോൾ വീണ്ടും 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 ഈ തവളയുടെ താപമാനവും അതുപോലെ തന്നെ ഈ കലത്തിലെ ചൂടും ഇങ്ങോട്ട് ഒരുമിക്കാൻ തുടങ്ങും. ഇതൊന്നും ഒരു വിഷയമേ അല്ലാതായി തീരും. ഏറ്റവും അവസാനം യഥാർത്ഥത്തിൽ ഈ കലം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് തവളയ്ക്ക് തോന്നുക ചാടണമല്ലോ എന്ന്. അപ്പൊ ചാടാൻ പറ്റില്ല. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥയെ ഇതിനേക്കാൾ അപ്പുറമായിട്ട് വിശദീകരിക്കാൻ പറ്റില്ല. ബാബരി മസ്ജിദിന്റെ വിധിയാനന്തരം ഇന്നലെ പാസ്സായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വഖഫ് പ്രോപ്പർട്ടികളിന്മേൽ എന്തൊരു അവകാശവാദത്തിലാണോ. നമുക്ക് 94 ആരാധനാലയ നിയമം ഉണ്ടായിരുന്നു. ബാബരി മസ്ജിദ് ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ പ്രോപ്പർട്ടികളുടെ മേലും എന്താണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഏത് ആരാധനാലയങ്ങളായിട്ടാണോ അത് നിന്നത് അത് അതുപോലെ നിലനിൽക്കുമെന്നാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം. ഇപ്പൊ ബാബരി മസ്ജിദിന്റെ കാര്യമല്ലേ, അത് വിട്ടുകൊടുത്തോളാം എന്ന് ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് അതവിടെ നിന്നോ? ഗ്യാൻവാപ്പിയിലേക്ക് അത് എത്തിയില്ലേ? മധുര ഷാഹിൽ മസ്ജിദിലേക്ക് അത് എത്തിയില്ലേ? സമ്പലിൽ മുത്തവല്ലി അടക്കമുള്ള 5 പേരെ അവിടെ വെടിവെച്ച് കൊന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ പൗരസമൂഹം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ നിയമപാലകരൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ നീതിന്യായ കോടതികൾക്ക് ആ നീതിന്യായത്തിൽ എന്തെങ്കിലും മനസാക്ഷിയോടുകൂടിയാണ് വായന സാധ്യമാകുമെങ്കിൽ അവരൊന്ന് ആലോചിച്ച് നോക്കാൻ ബാധ്യതയില്ലേ? ഏതൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്? 44 ഭേദഗതി, അതൊന്നും വിശദമായി പറയാനുള്ളൊരു സമയമില്ല. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ട് ചിരിക്കുന്നവരുണ്ടെന്നുള്ളതാണ്. അറബിയിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഉക്കിൽത്തു യൗമ ഉക്കില സൗറുൽ അബിയൽ. ഉക്കിൽത്തു യൗമ ഉക്കില സൗറുൽ അബിയൽ. അതായത് കാട്ടിലെ 3 കാളകൾ, ഒന്ന് തവിട്ട് നിറത്തിലുള്ള കാള,
ഒന്ന് വെള്ള നിറത്തിലുള്ള കാള, ഒന്ന് കറുപ്പ് നിറത്തിലുള്ള കാള. ഈ 3 കാളകൾ സിംഹത്തിന്റെ ചങ്ങാത്തത്തിന് വേണ്ടി ശ്രമിക്കുന്ന കഥയാണ്. സിംഹം വിശന്നു വരികയാണ്. അപ്പോ തന്നെ പിടികൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കറുത്ത കാള കാണിക്കുന്ന പരാക്രമങ്ങളാണ്. ആദ്യം തന്നെ സിംഹത്തിന്റെ വിശ്വസ്തനായി കൂടുക. സിംഹത്തിന്റെ വിശ്വസ്തനായി കൂടിയിട്ട് എങ്ങനെയാണ് ആദ്യം വെള്ളക്കാളയെ കീഴ്പ്പെടുത്താൻ സിംഹത്തിന് വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ആലോചന. അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തിന്നാനുള്ള വകുപ്പ് സിംഹത്തിന് ഈ വെള്ളക്കാളയുടെ ഇറച്ചി ഒപ്പിച്ചു കൊടുത്തത് ഈ തവിട്ട് കളയാണ്, ഈ കറുപ്പ് കളയാണ്. പിന്നീട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ തവിട്ട് കാളയെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഏറ്റവും അവസാനം സിംഹവും ഈ കറുത്ത കാളയും മാത്രം തനിച്ചായി. അങ്ങനെ സിംഹത്തിന്റെ പിടിയിൽ അടിപ്പെടുന്ന, അതല്ലെങ്കിൽ പിടി വീഴുന്ന സമയത്ത് ഈ കാള പറഞ്ഞ വാക്കാണ് കലീലാവരുതിന്ന കഥകളിൽ കാണാൻ സാധിക്കും. ഉക്കിൽ തു യൗമ ഉക്കില സൗറുൽ അബിയദ്, ഞാൻ ഇപ്പോഴല്ല തിന്നപ്പെട്ടത്, ഒന്നാമത്തെ വെള്ളക്കാളയെ സിംഹം പിടിച്ച സമയത്ത് തന്നെ എന്നെയും പിടിച്ചിട്ടുണ്ട് എന്ന് ആത്മകഥം പറഞ്ഞ കാളയുടെ കഥയാണ്. കേരളത്തിൽ ഏത് സമുദായത്തിനാണിത് ഫിറ്റാവുക എന്നുള്ളത് നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി. എല്ലാവരും ഭയങ്കര അഭിവാദ്യങ്ങളും വല്ലാത്ത ഘോഷങ്ങളുമാണ്. ഇന്നലെ 1:59 പാർലമെന്റിൽ രാത്രി 1:59 നിയമം പാസ്സാവും. ഇന്ന് പുലർച്ചെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. രാത്രി 1:59 പാസ്സായിട്ട് 2 മണിക്കൊരു ബില്ലെടുത്തു, വേറൊരു ബില്ല് ഒരു ചർച്ചയും കൂടാതെ പാസ്സാക്കി. ഏതായിരുന്നു ബില്ലെന്നറിയോ? മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഫെബ്രുവരി 13 ഏർപ്പെടുത്തിയതിനെ ഈ സഭ ശരിവെക്കുന്നു. ഒരു ചർച്ചയില്ല. ഏത് മണിപ്പൂര്? ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്ന് പറയുന്ന ക്രൈസ്തവര്, അവിടെ 450-ലധികം ആളുകൾ കൊല്ലപ്പെട്ടത്, 100-ലധികം ആരാധനാലയങ്ങൾ. ഏത് നാടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ഇവരാർക്കാണ് അഭിവാദ്യം അർപ്പിക്കുന്നത്? ഇവിടെയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വളരെ സങ്കടത്തോടു കൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ സംഘടനാ ഭേദമില്ലാതെ അവർക്ക് ചില ആലോചനകൾ, വളരെ പ്രധാനപ്പെട്ട ആലോചനകൾ അവർക്ക് മുന്നിൽ വഴിമരുന്നിടുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സിഖ് സമുദായങ്ങൾ ഈ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷം ഏത് നിലക്കാണ് ഇതിനെ BJP ഗവൺമെന്റ് ഇതിനെങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ള ഈ പള്ളി അടക്കം, നമ്മുടെ ഒരു ആരാധനാലയങ്ങൾ, ആതുരാലയങ്ങൾ, സത്രങ്ങൾ, അനാഥാലയങ്ങൾ, അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തപ്പെടേണ്ടുന്ന തോട്ടങ്ങൾ, നിങ്ങളതിന്റെ കണക്കാലോചിച്ച് നോക്കൂ. 8,72,324 ഇമ്മൂവബിൾ എന്ന് പറഞ്ഞ സ്ഥാപനം എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ 16,713 മൂവബിൾ ജംഗമ വസ്തുക്കൾ. അതായത് 1,20,000 കോടി രൂപ വിലയുള്ള ഏകദേശം 9,40,000 ഏക്കർ ഭൂമി. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വഖഫ് ബോർഡിന് കയ്യിലിരിക്കുന്ന ഭൂമിയാണ്. അങ്ങനെയല്ല. വഖഫ് ബോർഡൊക്കെ പിന്നെയാണ് വരുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളായ ആളുകളുടെ പ്രപിതാക്കന്മാർ, പൂർവികർ, അവർ നൽകിയ സ്വത്തിന്റെ അതിനുശേഷമാണ് 900-കളിലാണ് ഈ ബോർഡൊക്കെ വരുന്നത്. ഈ നിയമങ്ങളൊക്കെ ഉണ്ടാവുന്ന ഈ അടുത്താണ്. ഇവിടെ വഖഫ് നൽകപ്പെട്ട കാര്യങ്ങൾ അത് സംരക്ഷിച്ചു പോരുന്നതിനുള്ള ബോർഡ് ഇന്ത്യയിലെ എല്ലാ സമുദായങ്ങൾക്കും എൻഡോമെന്റ് ബോർഡുണ്ട്. സിഖ് സമുദായങ്ങൾക്ക്, ജൈന സമുദായങ്ങൾക്ക്, ബുദ്ധ സമുദായങ്ങൾക്ക്, ഹിന്ദു സമുദായങ്ങൾക്ക്, ഹിന്ദു സമുദായത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് ഒക്കെയുണ്ട് എൻഡോമെന്റുകൾക്ക്. ഇതിലാർക്കും മറ്റ് സമുദായങ്ങളുടെ പ്രതിനിധികളില്ല. അതായത് സമുദായങ്ങളാണ് അത് പരിപാലിച്ചു പോരുന്നത്. എന്നാൽ പുതിയ ഭരണകൂടം എന്നല്ല, ഈ ഭരണകൂടത്തിന്റെ പുതിയ ഈ 3-ാം പതിപ്പിൽ അവർ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ സ്വഭാവം തന്നെ മാറ്റാൻ പോകണം. നേച്ചർ. നിങ്ങൾ അതിന്റെ അവരെടുത്ത പേര് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ നിയമത്തിന്റെ പേര് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട്. കേൾക്കുമ്പോൾ നല്ല മനോഹരമായ നിയമമാണ്. അതായത് എഫിഷ്യൻസി ഉറപ്പുവരുത്തുന്ന, മാനേജ്മെന്റ് ഉറപ്പുവരുത്തുന്ന, ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തുന്ന. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആഭ്യന്തരമന്ത്രിക്ക് നിന്ന് കരയാണ്. അതായത് മുസ്ലിങ്ങളുടെ വഖഫ് ഒന്നിനും ഉപയോഗിക്കപ്പെടാതെ കിടക്കുകയാണ്. ഞങ്ങൾ ഉപയോഗിച്ച് സമുദായത്തെ രക്ഷിക്കാൻ പോകണമെന്ന്, ഞങ്ങൾ രക്ഷിക്കാൻ പോകണമെന്ന്. കഴിഞ്ഞ കൊല്ലത്തെ സ്കോളർഷിപ്പ് മാത്രം 260 കോടി രൂപയാണ് മൈനോറിറ്റി സ്കോളർഷിപ്പ് റദ്ദാക്കപ്പെട്ടത്. പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക്, മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ്,
ഇതടക്കം, അതായത് 260 കോടിയിൽ നിന്ന് 1 കോടി തികച്ചില്ല പുതിയ ഫെലോഷിപ്പ്. അതായത് 99.9% എല്ലാ സ്കോളർഷിപ്പും മുസ്ലിം സമുദായത്തിന്റെ റദ്ദാക്കിയതിനു ശേഷമാണ് അവരെ സമുദ്ധരിക്കാൻ. മുത്തലാഖ് ബിൽ അങ്ങനെയായിരുന്നു. അപ്പൊ ഇതിനർത്ഥം ബാബരി മസ്ജിദ് വിധി അങ്ങനെയായിരുന്നു. അപ്പൊ ഇതിനർത്ഥം ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള സാക്ഷരത, സാമൂഹിക സാക്ഷരത, രാഷ്ട്രീയ സാക്ഷരത, തങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള സാക്ഷരത മുസ്ലിം സമൂഹത്തിന് ആവശ്യമാണ്. അല്ലാതെ ദിക്ർ ചൊല്ലിയിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നിങ്ങൾ വാതിൽ കൊട്ടിയടിച്ചിരുന്നൊരു കാര്യമൊന്നുമില്ല. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ഉദുഹുൽ ബൈത്തക്ക, വീട്ടിൽ കയറിയിരിക്കൂ, അഖിലിക്ക് ബാബക്ക, നിങ്ങളുടെ വാതിലിന് സാക്ഷയിടൂ, ബാബുദ് റബ്ബക്ക, പടച്ചവനോട് പ്രാർത്ഥിക്കൂ. സൂഫിസത്തിൽ പറയുന്ന പോലെ സമൂഹത്തിലുള്ള പ്രശ്നമൊന്നും അറിയേണ്ടതില്ല. അങ്ങനെ ഒരു സമൂഹത്തിനും ജീവിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഒരു സമൂഹത്തിന് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. വഖഫ് എന്താണ്? ഇസ്ലാമിൽ അതിമഹത്തായ ഒരു ആശയമാണ്. നമ്മളൊക്കെ വഖഫ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ തന്നെ ആലോചിക്കണം. നമ്മളുടെ വാപ്പമാരെ വഖഫ് ചെയ്യാൻ സമ്മതിക്കുന്ന മക്കളാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് വഖഫിനെ കൊണ്ട് തന്നെ പരീക്ഷിക്കാൻ പഠിച്ചോണ്ട് അത് വേറൊരു വിഷയം. കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ഈ കൂട്ടത്തിൽ അതേ മെറിറ്റിൽ പറയേണ്ട ഒരു വിഷയമല്ല. ഇതിലെ പ്രധാനപ്പെട്ടൊരു നിയമം 5 വർഷം മുസ്ലിമായ ഒരാൾക്ക് വേറൊരു രീതിയിൽ ആരാധനാ സ്വാതന്ത്ര്യത്തെയും മത സ്വാതന്ത്ര്യത്തെയും വിലക്കുന്നൊരു നിയമം പോലെയാണ്. 5 വർഷം മുസ്ലിമായ ഒരാൾക്ക് മാത്രമേ, മുസ്ലിമായി മതം ആചരിച്ച ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റൂ. ഒരാൾ ജീവിതകാലത്ത് അയാൾ മുസ്ലിമായി, അയാൾക്ക് മുസ്ലിമായിട്ട് 1 കൊല്ലം കഴിഞ്ഞോ അതല്ലെങ്കിൽ മുസ്ലിമായ തൊട്ടുടനെയോ വഖഫ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ പറ്റൂല. എന്ത് ചെയ്യണം? 5 കൊല്ലം മുസ്ലിമായി മതം ആചരിച്ചാൽ മാത്രം. ഇസ്ലാം അനുവാദം കൊടുത്തുള്ള ഒരു കാര്യത്തിന് ഗവൺമെന്റിന് എന്ത് ചെയ്യണം? എക്സ്ട്രാ അനുവാദം വേണം. ഈ നിയമത്തെക്കുറിച്ച് പോലും ആളുകൾക്ക് അറിയില്ല. എത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ കാര്യം പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ വിശദാംശങ്ങളിൽ ഇപ്പോൾ മുത്തവല്ലിക്കുമേൽ UAPA വന്നാൽ ഒരു നിയമമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം സാങ്കല്പികമായ നിയമമാണെന്നറിയാം. മുത്തവല്ലിക്കുമേൽ UAPA വന്നാൽ പിന്നെ സർക്കാർ തീരുമാനിക്കും. ഈ UAPA ആരാ കൊടുക്കുക? UAPA എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഭീകര വിരുദ്ധ നിയമനിർമ്മാണമായിട്ട് മനസ്സിലാക്കപ്പെടുന്ന സാധനം. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നാണ് അതിന്റെ പേര്, UAPA. ഇതാർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുക എന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ ഈ കഴിഞ്ഞ കാലത്തെ ഹിസ്റ്ററി എടുത്തു നോക്കിയാലും എങ്ങനെ അനങ്ങിയതിനും മിണ്ടിയതിനും ഇനി മിണ്ടാതിരുന്നതിനൊക്കെ UAPA ചുമത്തപ്പെടുന്ന കാലമാണ്. അപ്പോ തങ്ങൾക്ക് തരാതരം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂളുകളായി വഖഫ് പ്രോപ്പർട്ടികളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. UAPA ഒരു മുത്തവല്ലിക്ക് വന്നാൽ അങ്ങനെ ഒരു പരാമർശം നടത്താൻ പോലുള്ള ധൈര്യം ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇപ്പൊ UPയിലെ മസ്ജിദുകൾ തകർക്കപ്പെടുന്നു. അവിടെ ഇതൊന്നും ഈ നിയമം പോലും ബാധകമല്ല. അവിടെയൊന്നും വീടുകൾ തകർക്കപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ സിവിൽ സ്യൂട്ട് ആവട്ടെ, ക്രിമിനൽ സ്യൂട്ട് ആകട്ടെ, ഇതൊക്കെ നടത്തപ്പെടുന്നതിന് നീതി ന്യായത്തെക്കുറിച്ചൊരു അതിന്റെ ABCD അറിയുന്നവർക്ക് അതിന്റെ പ്രൊസീജിയർ ഉണ്ടെന്നറിയാം. അതുപോലും ഇല്ലാതെ നടപ്പാക്കപ്പെടുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മളുള്ളത്. ഇത് വെച്ചുകൊണ്ടാണ് നിയമപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ബാബരിക്ക് വഴിയൊരുക്കുന്ന രീതിയിലേക്ക് എല്ലാ പള്ളികളുടെയും മദ്രസകളുടെയും അനാഥാലയങ്ങളുടെയും ആതുരാലയങ്ങളുടെയും ഇന്ത്യയിൽ മൊത്തമുള്ള ഇത്തരം സ്വത്തുക്കളുടെയും ഒക്കെ വിഷയം പോവുകയാണ്. ഇതിൽ കേന്ദ്ര വഖഫ് ട്രിബ്യൂണലിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിൽ വേണ്ടത് സർക്കാർ മൊത്തം കേന്ദ്ര വഖഫ് കൗൺസിൽ 23 പേരിൽ 7 പേർ സർക്കാർ ശുപാർശ ചെയ്യുന്ന അമുസ്ലിം നോമിനികളായിരിക്കും. എന്തിനാണ് മുസ്ലിം നോമിനികൾ? ഇതിൽ ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങൾ വേണോ? അതല്ലെങ്കിൽ ചർച്ച് പ്രോപ്പർട്ടീസിൽ ക്രിസ്ത്യാനികളല്ലാത്തവർ വേണമെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഈ മുസ്ലിങ്ങളുടെ വിഷയത്തിൽ മാത്രം ഇത് വേണം എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ഇത് രൂപീകരിച്ച JPC പോലും, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പോലും അതിലേക്ക് ഇത്രയ്ക്കും ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികളുടെ പ്രതിനിധികളെ പോലും അതിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. JPCക്ക് വിട്ടു എന്ന് നമ്മൾ പറഞ്ഞു. ആ JPCയുടെ മതപണ്ഡിതന്മാരുമായിട്ടുള്ള വിശദമായ കൂടിയാലോചനകൾ അതിലുണ്ടായിട്ടില്ല. മതപണ്ഡിതന്മാരുടെ അഭിപ്രായം അതിൽ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പുതിയ നിയമം. 44 ഭേദഗതികളിൽ ഇത് ചെറിയൊരു വിഷയമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ഒരു സാക്ഷരതയുടെ, സാമൂഹിക സാക്ഷരതയുടെ കുറവായിട്ടുകൂടി നമ്മളതിനെ മനസ്സിലാക്കേണ്ടി വരും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അധികാരം. അതുപോലെ തന്നെ മുത്തവല്ലിയുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ നിലവിലെ തന്നെ എൻഡോമെന്റുകളിൽ, വഖഫ് പ്രോപ്പർട്ടികളിൽ, ഇപ്പം ഡൽഹിയിലെ ഏറ്റവും വലിയ എൻക്രോച്ച്മെന്റ് അനധികൃത നിർമ്മാണം നടത്തുന്ന അതോറിറ്റി ബേസിക്കലി അവിടുത്തെ DDA, ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയാണ്. കണക്കുകളനുസരിച്ച് നിലവിൽ തന്നെ ഡൽഹിയിലെ 685 വഖഫ് പ്രോപ്പർട്ടികളിൽ 114 സ്ഥലങ്ങൾ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കയ്യിലാണ്.
അതുപോലെ തന്നെ 114 പുരാവസ്തു വകുപ്പിന്റെ കയ്യിലാണ്, 26 വ്യത്യസ്ത വിവിധ ഏജൻസികളുടെ കീഴിലാണ്. ഇത് ഇന്ത്യയിൽ നേരത്തെ സംഘപരിവാർ ഓരോ സ്ഥലങ്ങൾക്കുമേൽ നിയമാനുസൃതമല്ലാത്ത അവകാശവാദങ്ങളാണ് ഉന്നയിച്ചതെങ്കിൽ ഇനി നിയമാനുസൃതമായി തന്നെ നമുക്കറിയാലോ. ഇപ്പോൾ ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഞാൻ നേരത്തെ KK നായരിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അത് ഒരു മലയാളിയുടെ കൈ അതിൽ വന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ആ മജിസ്ട്രേറ്റിന്റെ ദുഷ്കരമായ കൈയില്ലായിരുന്നുവെങ്കിൽ ബാബരി മസ്ജിദ് സംഭവിക്കുമായിരുന്നില്ല. ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. അതായത് ഒരു കാഞ്ഞ വിത്തുണ്ടെങ്കിൽ അത് കളക്ടർമാർക്ക് പൂർണ്ണ അധികാരം കൊടുക്കണം. കളക്ടർമാർക്ക് റവന്യൂ പിടിച്ചെടുക്കുന്നതോടൊക്കെയുള്ള ഒരുപാട് പണികൾ വേറെയുണ്ട്. കളക്ടർമാർ ഇതിൽ വിശ്വാസയോഗ്യരല്ല എന്നൊന്നല്ല പറയുന്നത്, മറിച്ച് ഇത് അവിടെ തന്നെ ഇട്ട് പ്രത്യേകിച്ചും സർക്കാർ എതിർകക്ഷികളായി വരുന്ന വിഷയത്തിൽ എന്താണ് കളക്ടർമാർക്ക് തീരുമാനം എടുക്കാൻ പറ്റുക? വഖഫ് പ്രോപ്പർട്ടികളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി പോലെയുള്ള. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം, അതിലെ പണ്ഡിതന്മാർ, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് കൃത്യമായി ഇത് വിശദീകരിച്ചിട്ടും ഒരു സമുദായത്തിനുമേൽ ഇത്രമേൽ ആക്രോശത്തോടുകൂടി ഈ ഒരു നിയമം പാസ്സാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള നമ്മളുടെ ജനാധിപത്യ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ ഇതിന്റെ സാക്ഷരതയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പള്ളി പരിപാലിക്കുന്നതിന്, വഖഫ് പരിപാലിക്കുന്നതിന് അതിനെക്കുറിച്ചൊക്കെ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് പറയുന്നത് ഏതോ ഒരു നിയമത്തിന്റെ പുറത്ത് നമ്മളുടെ അരിശം തീർക്കുന്നൊന്നുമല്ല. ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമ സ്വലാത്ത വആത സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ്. ആരാണ് മസ്ജിദുകൾ അടക്കമുള്ള കാര്യങ്ങളുടെ പരിപാലകരാകേണ്ടത്? മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം അതിൽ പ്രധാനപ്പെട്ടതാണ്. വൽ യൗമിൽ ആഖിർ വഅഖാമ സ്വലാത്ത വആത സകാത്ത, സകാത്ത് നൽകുകയും നമസ്കാരം കൃത്യമായി നിലനിർത്തുകയും വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ മറ്റാരെയും പേടിക്കാതിരിക്കുകയും. ഇത് നേരെ തിരിച്ചാണ്. അള്ളാഹിനെ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പേടിയുള്ള ആളുകളാണ് ഇതിന് വരാൻ പോകുന്നത്. വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അയകൂനു മിനൽ മുഹ്തദീൻ. ഇക്കൂട്ടർക്കാണ് ഇത് നേരെ ചൊവ്വെ കൊണ്ട് നടത്താൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിനർത്ഥം നമ്മൾ പുതിയൊരു ഘട്ടത്തിലേക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, നമ്മളുടെ ഭക്തിയും നമ്മളുടെ ഫാസിസത്തോടുള്ള ശക്തിക്കുറവും ഇതൊക്കെ പരസ്പര പൂരകമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഒരു മുനമ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസം പ്രധാനമാണ്, അസ്തിത്വം പ്രധാനമാണ്. അതിനേക്കാളേറെ നമ്മൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട തിളക്കുന്ന തവളയുടെ അവസ്ഥയല്ലാത്ത ഒരു സാക്ഷരത ആവശ്യമാണ്. ഈ സാക്ഷരത ഇല്ലാത്ത പക്ഷം ഈ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. നമ്മളെങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് തട്ടിമുട്ടിയൊക്കെ പോകുന്ന ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ മൊബൈലും പിടിച്ചിരിക്കുന്ന കൊച്ചുങ്ങൾ എങ്ങനെയോ ജീവിക്കുമെന്ന് കരുതൊന്നും വേണ്ട. വലിയ തീർപ്പുള്ള സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്കാണ് അവർ വരാൻ പോകുന്നത്. ഈ സാമൂഹിക യാഥാർത്ഥ്യത്തെക്കുറിച്ച് അതിന്റെ അറിവ് ഇവിടുത്തെ പൗരസമൂഹമുണ്ട്, രാഷ്ട്രീയ വേദികളുണ്ട്, നിയമവേദികളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം ഇതൊന്നും അറിയേണ്ടതില്ല, ഇതൊക്കെ പുറത്തടക്കുന്ന എന്തൊക്കെയോ സംഭവമാണെന്ന് ആരെങ്കിലും സ്വയം നിലക്കത് കരുതുന്നുണ്ട്. ഇത് ഞാൻ അറിയേണ്ടതില്ല, ഏതെങ്കിലും സംഘടനയുടെ നേതാക്കളൊക്കെ പ്രസംഗിച്ചോളും എന്നറിയുന്നുണ്ടെങ്കിൽ അത് പോഴത്തരമാണ് എന്ന് മാത്രമാണ്. പ്രാദേശികമായ കമ്മിറ്റികളടക്കം, ചെറിയ പള്ളികളും ചെറിയ മദ്രസകളും നടത്താത്ത ആളുകൾ പോലും ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ, എല്ലാവരും അതിൻ്റെയൊക്കെ ഭാഗമായിരിക്കും. അത്തരം നിയമസാക്ഷരത നമുക്ക് ആവശ്യമുള്ള, അതിനേക്കാളേറെ വളരെ ആസൂത്രിതമായ നാട്ടക്കുറിയാക്കി ഒരു സമുദായത്തിന് നേരെ ഒരു കൂട്ടർ അരിശം തീർക്കുമ്പോൾ അതിന് കൈയടിച്ച് അഭിനന്ദിക്കാൻ വരെ അതിന് കാണികളുള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള തിരിച്ചറിവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ദിശാബോധവും ദീർഘവീക്ഷണവും നൽകി നമ്മുടെ നേതൃത്വത്തെയും നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല തുറവികൾ നൽകി, നല്ല ആശ്വാസം നൽകി, പുതിയ വഴികൾ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നമ്മൾ ഇപ്പോൾ ഗസയെക്കുറിച്ച് പറയും ആവശ്യമായിരിക്കും, ലോകത്ത് മൊത്തം വലതുപക്ഷ തീവ്രവാദത്തെക്കുറിച്ച് പറയും അത്തരം കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സാമൂഹിക യാഥാർത്ഥ്യമായിട്ട് ഇതൊക്കെ വന്നു. നമ്മുടെ ഗസയെക്കുറിച്ച് അപ്പുറത്ത് ഇങ്ങനെ പറയുന്നതോടൊപ്പം നമ്മുടെ മുറ്റത്തെത്തിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇതിനെക്കുറിച്ചുമുള്ള തിരിച്ചറിവ്, ഇതിലുള്ള നമ്മളുടെ വിശ്വാസിയായി നിന്നുകൊണ്ട്, അതല്ലെങ്കിൽ ലതഊദുന്ന ഫീ മില്ലത്തിന, രണ്ട് ഓപ്ഷൻ കൊടുക്കുന്നതാണ്. കാഫിറുകളായ ആളുകൾ, മുസ്ലിമുകളായ ആളുകൾക്ക്, കാഫിർ എന്ന് പറഞ്ഞ സാധാരണ അവിശ്വാസിനെ കുറിച്ചല്ല, നിഷേധിയായി സത്യത്തിനെ ഖബറടക്കാൻ നോക്കുന്ന ആളുകളെ കുറിച്ചാണ് ഖുർആൻ പറയുന്ന കുഫ്ർ എന്ന് പറയുന്നത്. ആ കാഫിറുകളായവർ വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിന, രണ്ട് ഓപ്ഷനാണ്. ഒന്നുകിൽ നിങ്ങളെ നാം പുറത്താക്കും. എല്ലാ പ്രവാചകന്മാരെയും സമൂഹത്തിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയിരുന്നു. സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാം മുതൽ, സയ്യിദന മൂസ അലൈഹി സ്വലാം മുതൽ, സയ്യിദന യൂസുഫ് അലൈഹി സ്വലാം മുതൽ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താകേണ്ടി വരും എന്നുള്ള ഭീഷണി ഉണ്ടായെങ്കിൽ നിങ്ങളിരിക്കുന്ന നാടിനെ കുറിച്ച് അങ്ങനത്തെ ഭീഷണി വരുമ്പോൾ ഇത് വിശ്വാസത്തിലുള്ളതാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കണം.
അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ഔല തഊദുന്ന ഫീ മില്ലത്തിന, ഞങ്ങൾ പറയും പോലെ കേട്ട് ഇവിടെ ജീവിക്കണം. ഇതിന് തയ്യാറായ ആൾക്കാരും പാകപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞ ഒരു ഇസ്ലാമിനനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറയുന്ന കുറെ ആൾക്കാരും ഇവിടെ പ്രത്യേക മതമായിട്ട് വരുന്നുണ്ട്. ഇസ്ലാമിന്റെ പേര് തന്നെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇസ്ലാമൊക്കെ ഇവിടെ ചുട്ടെടുക്കപ്പെടുന്നുണ്ട്. അത് ല തഊദുന്ന ഫീ മില്ലത്തിന, ഞങ്ങൾ പറയും പോലെ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ ജീവിക്കണം. ഒരിക്കലും അൽ ഇസ്ലാമു യഅ്ലു വലാ യുഅ്ല, ഇവർ കീഴ്പ്പെടും, മുസ്ലിങ്ങൾ എന്ന് പേര് പറയപ്പെടുന്ന ഇക്കൂട്ടർക്ക് കീഴ്പ്പെടാൻ സാധിച്ചാലും ഇസ്ലാമിന് ഒരിക്കലും കീഴ്പ്പെടുക എന്നുള്ളത് സാധ്യമല്ല, അസാധ്യമായ ഒന്നാണ്. കാരണം കീഴൊതുങ്ങാൻ ഒരർത്ഥത്തിലും സന്നദ്ധമല്ലാത്ത, അതല്ലെങ്കിൽ ഒരർത്ഥത്തിലും സാധ്യതയില്ലാത്ത, അതിൻ്റെ ജനിതകപരമായ കഴിവുകൾ കൊണ്ട് തന്നെ കുഴിച്ചിട്ടാലും പൂർവാധികം വേഗതയിൽ വിത്ത് പൊട്ടി മുകളിലേക്ക് മുളയ്ക്കുന്ന ഒരു മരമായിട്ടാണ് അള്ളാഹു വിശുദ്ധ ദീനിനെയും ഇസ്ലാമിനെയും അവതരിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ സത്യസാക്ഷികളായി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ആ നിലക്കുള്ള ആത്മവിശ്വാസം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അന്തസ്സോടുകൂടി ഈ കാലത്തെ അതിജയിക്കാനുള്ള ത്വാക്കത്ത് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കഴിവുകൾ അള്ളാഹു ഉത്തരോത്തരം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.